ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ലെന്ന കേന്ദ്ര സർക്കാർ. നിലവിലെ മാനദണ്ഡങ്ങൾ അതിന് അനുവദിക്കുന്നില്ല എന്ന് ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് അറിയിച്ചു. ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസിന് നൽകിയ മറുപടിയിലാണ് കേന്ദ്രമന്ത്രി നിലപാട് വ്യക്തമാക്കിയത്. ചൂരൽമല ദുരന്തത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാവശ്യപ്പെട്ട് KV തോമസ് ഓഗസ്റ്റ് 2-നാണ് പ്രധാനമന്ത്രിക്ക് കത്ത് നൽകിയത്. ഈ കത്തിനുള്ള മറുപടിയിലാണ് കേന്ദ്ര സഹമന്ത്രി നിത്യാനന്ദ റായ് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനാകില്ല എന്ന് അറിയിച്ചത്. ദുരന്തവുമായി ബന്ധപ്പെട്ട പ്രാഥമിക ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കേന്ദ്ര സർക്കാർ നിലപാട് അറിയിച്ചിരിക്കുന്നത്. SDRF ചട്ടപ്രകാരമുള്ള 12 ദുരന്തങ്ങളിലൊന്നാണ് മിന്നൽ പ്രളയമെന്നും സംസ്ഥാനമാണ് ഇതിനാവശ്യമായ എല്ലാ സാമ്പത്തിക സഹായവും നൽകേണ്ടതെന്നും കത്തിലുണ്ട്. പ്രധാനമന്ത്രി തന്നെ വഞ്ചനയ്ക്ക് നേതൃത്വം കൊടുക്കുകയാണെന്ന് CPM നേതാവ് CK ശശീന്ദ്രൻ വിമർശിച്ചു. ഒരു ജനതയോട് ഇത്രമാത്രം ക്രൂരമായി പെരുമാറാൻ വേണ്ടി പാടുണ്ടോ? ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് ഹൈക്കോടതി തന്നെ ഒരു അമിക്കസ് ക്യൂറി അവർ ആ കാര്യങ്ങൾ ഉന്നയിച്ചു. പക്ഷേ ഒരു ജനതയോട് രാഷ്ട്രീയ വിരോധം കാണിക്കുകയാണ്. കേന്ദ്രം കേവലം രാഷ്ട്രീയ സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് T സിദ്ദിഖ് MLA കുറ്റപ്പെടുത്തി. ഇത് കേവലം രാഷ്ട്രീയപരമായിട്ടുള്ള സമീപനം സ്വീകരിച്ച ഒരു കാര്യമാണ്. ദുരന്തബാധിതരുടെ അടുത്ത് സന്ദർശിച്ച് ഫോട്ടോ എടുത്ത് ഷൂട്ടിംഗ് നടത്തി പോയത് എന്തിനു വേണ്ടിയായിരുന്നു പ്രധാനമന്ത്രി? എന്നിട്ട് പറഞ്ഞു, ഞാൻ നിങ്ങളുടെ കൂടെയുള്ളത് ഇങ്ങനെയാണോ? 2024-25 സാമ്പത്തിക വർഷത്തേക്കുള്ള സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ട് ഇതിനോടകം കേന്ദ്രം കേരളത്തിന് കൈമാറിയിട്ടുണ്ട്. 2 തവണയായി 388 കോടി രൂപ നൽകി. ദുരന്ത നിവാരണ ഫണ്ടിന്റെ നീക്കിയിരുപ്പായി 394.99 കോടി രൂപ കേരളത്തിന്റെ പക്കലുണ്ടെന്ന് അക്കൗണ്ടന്റ് ജനറൽ കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിട്ടുണ്ട്. അതിനാൽ ആവശ്യത്തിന് ഫണ്ട് കേരള സർക്കാരിന്റെ കൈവശമുണ്ടെന്നാണ് കേന്ദ്രം പറയുന്നത്. മീഡിയ 1 ഡൽഹി.